വെയിറ്റ് സ്ക്രോൾ ചെയ്യല്ലേ, നമുക്കിന്ന് ചെറിയൊരു കഥ കേട്ടിട്ട് പോവാം. ഇന്ന് 23rd of August. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോണത് കുറച്ച് വർഷങ്ങൾ പിറകിലോട്ടാണ്, അതായത് 2004. ഈ വർഷത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മളെ ലാസ്റ്റ് സുനാമി വന്നത് 2004 ഡിസംബറിലാണ്. പക്ഷെ അതല്ല നമ്മളെ വിഷയം. അതിന്ന് കുറച്ച് മാസം ഒന്ന് പിറകിലോട്ട് പോകണം, ഓഗസ്റ്റ് മാസം. ചുമ്മാ നിന്ന് കഥ പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കൂലേ, അതുകൊണ്ടാണ് ഒരുങ്ങിക്കൊണ്ട് നിന്ന് കഥ പറയണത്. അപ്പോൾ ബാക്ക് ടു ദ സ്റ്റോറി. ആ ഒരു സമയത്ത് എൻ്റെ ഉമ്മായും വാപ്പായും ഒക്കെ ഒരു ബേബി ബോയ് വരുന്നതും കാത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ ഇത്തായാണെങ്കിൽ അവക്കൊരു അനിയനാണ് വരണേന്നുള്ളതും കൺഫേം ആക്കി. കാര്യം മൊത്തത്തിലുള്ള ഒരു സംസാരം അങ്ങനെ ആയിരുന്നല്ലോ. ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ ഇടയിലോട്ടാണ് എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. പിന്നെ തീർന്നില്ലേ, എല്ലാവരുടെ ഇൻട്രസ്റ്റും അങ്ങ് പോയി. എൻ്റെ ഉമ്മയാണെങ്കിൽ പ്രസവവും നിർത്തി. കാര്യം ഇനി പ്രഗ്നന്റ് ആയാലും വീണ്ടും ഒരു മോളായിരിക്കും ഉണ്ടാവണേന്നുള്ള ഒരു ഉൾവിളി ഉമ്മാക്ക് വന്ന്. അങ്ങനെ പിന്നെ ആഗ്രഹിച്ചത് കിട്ടാത്തതിന്റെ വിഷമത്തിൽ അവർ എന്നെ അങ്ങ് നോക്കി വളർത്തി. അങ്ങനെ ആ ഒരു പാവം കുട്ടി ചെറിയ ചെറിയ വാശികളും കുറേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് വളർന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അന്നൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ ബർത്ത് സ്റ്റോറി എല്ലാം ട്രെൻഡിങ്ങിൽ വരുമായിരുന്നു. ഇനിയിപ്പോൾ പോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ പറയുന്ന എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അതിലൊന്നാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ. ഒരു ചാനൽ വേണമെന്ന് സ്വപ്നം കണ്ട് നടന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ ഇപ്പോഴേ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഒരു 800+ ഫാമിലി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ അച്ചീവ് ചെയ്തതിൽ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ്. 2 വർഷം മുന്നേ ഉള്ള എൻ്റെ ബർത്ത്ഡേ ദിവസം എടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണിത്. ഓഗസ്റ്റ് 24 ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യണതും. നാളെ ആകുമ്പോൾ 2 വർഷം ആവുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എ ഹാർട്ട്ഫുൾ thanks to all my subscribers. Bye bye.